Second time, we're selling. We're selling. Last and final. We're selling, sold. ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഹൈ ആയിരിക്കുള്ളൂ. പക്ഷേ അതേസമയം ഇപ്പോൾ ഈ കഴിഞ്ഞ കോർലോജിക്ക് പ്രകാരം ഓപ്ഷൻ്റെ ക്ലിയറൻസ് റേറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കുറച്ച് വരുന്നത് 6.8. അതായത് 10 പ്രോപ്പർട്ടികൾ നമ്മൾ മാർക്കറ്റിൽ ഇട്ടാൽ ഒരു 6-7 പ്രോപ്പർട്ടികളാണ് ഓപ്ഷനിൽ വിറ്റ് പോവുള്ളൂ. ഓപ്ഷനിൽ വിറ്റ് പോകുമ്പോൾ നമുക്ക് അൺകണ്ടീഷണൽ ഓഫേഴ്സ് നമുക്ക് കിട്ടും. 500. Second time, we're selling. We're selling. Last and final. We're selling, sold. Hi, Dolly Securin, where we sold under the hammer today at 20,000 more than the reserve price. നിങ്ങൾ ഓപ്ഷൻ ആണോ ഓഫ് മാർക്കറ്റ് ആണോ അതോ സാധാരണ പ്രൈവറ്റ് സെയിലാണോ റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു വെൻഡർ അവരുടെ വീട് വിൽക്കാനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ നേരത്തെ അപ്രൈസലിൻ്റെ സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഓപ്ഷൻസ് ആണ് പ്രൈവറ്റ് സെയിൽ, ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻസ്. പക്ഷേ ഇത് മൂന്നിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാകും. ഇത് അവരെ പറഞ്ഞ് ധരിപ്പിക്കണം. കാരണം ചില ആൾക്കാർ പറയും എൻ്റെ പ്രോപ്പർട്ടി ഓപ്ഷനിൽ വിറ്റാൽ മതി എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മൾ അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയും. ഉദാഹരണത്തിന് ഓപ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ഓഫറിൽ നമ്മുടെ പ്രോപ്പർട്ടി സോൾഡ് ആവും. അതിന് സബ്ജക്റ്റ് ഫൈനാൻസ് ഇല്ല, ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ഇല്ല. ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ചിലപ്പോൾ അവർ ചെയ്യാം പ്രയർ ടു ഓഫർ. അപ്പോൾ 30 days ഇപ്പോൾ മാർക്കറ്റിലേക്ക്, അതായത് അന്ന് ഞങ്ങൾ ഓപ്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത് 4 ആഴ്ചത്തെ ക്യാമ്പയിൻ നടത്തും. ഇപ്പോൾ ജാനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി മാർക്കറ്റിൽ പോയാൽ 4 ആഴ്ചത്തെ ഓപ്ഷൻ ക്യാമ്പയിൻ നടത്തും. ഈ ഓപ്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഓപ്പൺ ഇൻസ്പെക്ഷൻസ് നടത്തുന്നു. സാറ്റർഡേയിൽ, അതായത് 30-ാം തീയതി വരുന്ന സാറ്റർഡേയിൽ നമ്മൾ 11:30 ഏതൊരു ഹോട്ട് ടൈമിൽ ഓപ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു, ഓപ്ഷൻ വയ്ക്കുന്നു, ഓപ്ഷനിൽ പ്രോപ്പർട്ടി സോൾഡ് ആവുന്നു. ഇതാണ് നമ്മൾക്ക് ബെസ്റ്റ് കേസ് അനാലിസിസ്. അപ്പോൾ അതിൻ്റെ അതൊരു റിസ്ക് ഫാക്ടർ കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് 7 അല്ലെങ്കിൽ 70% നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് 10 പ്രോപ്പർട്ടി ഇട്ടാൽ 7 പ്രോപ്പർട്ടികൾ വിൽക്കാം, അല്ലേ? ശരിക്കും ഒരു പക്ഷേ ഹോട്ട് മാർക്കറ്റിൽ ഓപ്ഷൻ ഒരു നല്ല സ്ട്രാറ്റജി തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ നമ്മൾക്ക് വിൽക്കപ്പെടണ്ടേ. മറ്റേ പ്രൈവറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെൻഡറും അതോടൊപ്പം തന്നെ നമ്മൾക്കും ഒരു ടാർഗറ്റ് ഡേറ്റ് ഇല്ല. മറ്റേതെന്ന് പറയുമ്പോൾ 30 days എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഡേറ്റ് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ ആ പ്രഷർ അനുസരിച്ചിട്ട് നമ്മളത് വിൽക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ അവരോട് പറയും, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സ്യൂട്ടബിൾ ആണോ? ഓക്കെ. കാരണം അപ്പോൾ വീണ്ടും നമ്മൾ സബ്ജക്റ്റ് മാറിപ്പോകുന്നതല്ല, എന്തുകൊണ്ട് സൂട്ടബിൾ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പ്രോപ്പർട്ടി നമ്മളെ വിൽക്കാനേൽപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ആരാണ് അതിൻ്റെ പ്രപ്പോസ്ഡ് ബയർ, അല്ലേ? ഈ ബയറെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ മെൽബണിലെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ നേരത്ത് 700 to 800 അല്ലെങ്കിൽ 900 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ആവറേജ് വരുന്നു. ഈ 7 ലക്ഷം അല്ലെങ്കിൽ 700,000 ഒരു പ്രോപ്പർട്ടി ഒരു ഫസ്റ്റ് ഹോം ബയർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു 5% അല്ലെങ്കിൽ 10% ഡെപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ 5% ഒന്ന് കൂട്ടാം മിനിമം. അതായത് 700,000 5% $35,000 കൈവശം ഉണ്ട്. വാങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 6 വരെയുള്ളവർക്ക് മാത്രമേ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷൻ ഉള്ളൂ. അപ്പോൾ 600-നും 700-നും ഇടയ്ക്ക് വരുമ്പോൾ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി അവർ കൊടുക്കണം. അതിപ്പോൾ ഓൺലൈനിൽ SRO സൈറ്റിൽ കയറിയാൽ അറിയാം, ഒരു $32,000 സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നു. അപ്പോൾ നേരത്തെ വന്ന ഒരു 35,000 5%-ഉം നമ്മളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു 32,000 കൂടാതെ നമുക്ക് കൺവെൻസർ വേണം. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. നമുക്ക് കൺവെൻസർ വേണം, അത് നമുക്ക് പറയാം. അപ്പോൾ ഈ $75,000 ഉള്ള ഒരാളാണ് നമുക്ക് ഇത് വാങ്ങാനായിട്ടുള്ള ഫസ്റ്റ് ഹോം ബയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹോം ബയർക്ക് ഈ 7 ലക്ഷം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം $75,000 കയ്യിലുണ്ടെങ്കിലേ വാങ്ങാൻ പറ്റുള്ളല്ലോ, അല്ലേ? അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഓപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അവൻ മടിക്കും. കാരണം ഈ 700,000 എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് വന്ന് ഇത് അൺകണ്ടീഷണൽ ഓഫർ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നാൽ ബാങ്ക് 700 വാല്യൂ ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് 700,000 ഉള്ള ഒരു വീട്
അൺകണ്ടീഷണൽ ഓഫർ കൊടുക്കുകയും ബാങ്ക് വാല്യുവേഷൻ 680 ആയിട്ട് വന്നു, 20,000 ഷോർട്ട് ഫോള്, എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 75,000. അപ്പം പിന്നെ 20,000. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ബയർ പോയി. അതായത് ഫസ്റ്റ് ഹോം ബയേഴ്സിനെ കിട്ടാൻ ഇത്തിരി പാടാ. അവരേ ഉള്ളൂ ഇപ്പോൾ. അവരേ ഉള്ളൂ. അതായത് നമുക്ക് വിക്ടോറിയ അത് കറക്റ്റാണ്. ചില ലാസ്റ്റ് ഒരു ഈ പറയുന്ന 2 കൊല്ലത്തൊക്കെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഹോൾഡിംഗ് കോസ്റ്റ്, അതായത് 2% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത് 2022 വീട് വാങ്ങുമ്പോൾ അതിന് അടക്കേണ്ട ലോൺ എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി 2,500 ആയിരുന്നു. അതിൻ്റെ അകത്ത് $2,000 റെന്റ് കിട്ടുന്നുണ്ട്. 500 ഷോർട്ട് ഫോൾ ഇട്ടുകൊണ്ടിരുന്നത്. ഈ 2% എന്നുള്ളത് ഇപ്പോൾ 6%. അത് ബുദ്ധിമുട്ടാണ്. അപ്പം 4,000 മാറി. ഒരു മാസം 1,500 കൊടുത്തിട്ട് ഞാൻ ഈ വീട് ഹോൾഡ് ചെയ്യണോ? ആ ഹോൾഡിംഗ് കോസ്റ്റ് കൂടിയ കാരണം ഞാനത് വിറ്റഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇല്ല. അത് കൂടാതെ തന്നെ സ്റ്റേറ്റ് റവന്യൂ ടാക്സും കൂടി വന്നില്ല, SRO ടാക്സ് വന്നു. ഇപ്പോൾ ഓപ്ഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ നമ്മൾ ഓപ്ഷൻ അതോറിറ്റി ഒരു ഏജന്റിന് കൊടുത്തിട്ടുണ്ടാവണം. ഈ ഓപ്ഷൻ അതോറിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, അതും ഒരു എക്സ്ക്ലൂസീവ് അതോറിറ്റി തന്നെയാണ് ഓപ്ഷൻ ഏജൻസിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ റിസർവ് പ്രൈസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിസർവ് പ്രൈസ് ടു ബി അഡ്വൈസ്ഡ് എന്ന് കൊടുക്കാം. കാരണം നമ്മൾ സെറ്റ് ചെയ്യപ്പെട്ട റിസർവ് പ്രൈസിൽ വ്യത്യാസം വരുത്താം. കാരണം 4 ആഴ്ചത്തെ ക്യാമ്പയിൻ കൊണ്ട് ഉദാഹരണം നേരത്തെ പറഞ്ഞ 700,000 തന്നെ എടുക്കാം. ഓണേഴ്സ് നമ്മളോട് പറയുന്നു 700,000 ആണ് എൻ്റെ ഓപ്ഷൻ്റെ റിസർവ് പ്രൈസ് എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലേക്ക് മുമ്പോട്ട് പോകുന്നു. ഓപ്ഷൻ ക്യാമ്പയിൻ 4 വീക്ക് നടത്തുന്നു. 4 വീക്ക് നടത്തുമ്പോൾ ഓപ്ഷൻ ഡേനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഓപ്ഷൻ ഡേയിൽ നമ്മൾ ഈ ഓപ്ഷനിയർ നമ്മൾ ഓപ്ഷൻ ചെയ്യാറുണ്ട്. ഓപ്ഷനിയർ വന്നിട്ട് ഇപ്പം എൻ്റെ പ്രോപ്പർട്ടികൾ ഞാൻ തന്നെ ഓപ്ഷൻ നടത്തുന്നത്. ഈ ഓപ്ഷനിയർ നമ്മൾ അന്നേരത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഓപ്ഷൻ റൂൾസിനെ കുറിച്ച് പറയുന്നു. കൂടാതെ തന്നെ റിസർവ് പ്രൈസ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വിത്തിൻ ദ പ്രൈസിങ് റേഞ്ച് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ അതോറിറ്റിയിൽ നമുക്ക് തന്നിരിക്കുന്നത് ടു ബി അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസിങ് ആണ്. അവരുടെ റിസർവ് പ്രൈസ് നമ്മൾ അന്നേരത്ത് ചോദിക്കുന്നില്ല. അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ് നിൽക്കുന്നത് നമ്മൾ 675 to 725 എന്ന കാറ്റഗറിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എവിടെ വേണമെങ്കിലും ബയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം ബിഡിങ്, അല്ലേ? ഞാൻ ബിഡിങ് സ്റ്റാർട്ട് ചെയ്തു. 680 വന്ന് സ്റ്റോപ്പായി എന്ന് വിചാരിക്കാം. 680 വന്ന് സ്റ്റോപ്പായി. ഇവരുടെ റിസർവ് പ്രൈസ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് 700 പിന്നെ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ വെൻഡേഴ്സ് ബിഡിനുള്ള ഓപ്ഷനുണ്ട്. വെൻഡേഴ്സ് ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വെൻഡർ ബിഡ് ചെയ്യാം. വെൻഡർ ബിഡ് ഒരു ഏജൻറ്റിന് മാത്രമേ അന്നേരത്ത് ചെയ്യാൻ പറ്റുള്ളൂ ലീഗലി ബൈ ലോ. അപ്പോൾ നമ്മൾ വെൻഡർ ബിഡ് അവരോട് ചോദിക്കുന്നു 700,000. അപ്പോൾ നമുക്ക് 3 ആക്റ്റീവ് ബിഡേഴ്സ് ഉണ്ടായി. ഈ 3 ആക്റ്റീവ് ബിഡേഴ്സിൽ ഹയസ്റ്റ് ബിഡർ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പേര് കൊടുത്തു അദ്ദേഹത്തിന്. ആള് 680 വന്ന് സ്റ്റോപ്പായെങ്കിൽ ഈ വെൻഡർ ബിഡ് എന്ന് പറയുന്നത് 700 ആയിട്ട് വന്നു. ഇവർ വീണ്ടും ബിഡ് ചെയ്യുന്നില്ല എങ്കിൽ ഈ കാണുന്ന എ എന്ന് പറയുന്ന വ്യക്തിക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ വെൻഡേഴ്സിൻ്റെ 700 എന്ന് പറയുന്ന പ്രൈസിൽ വേണമെങ്കിൽ വാങ്ങാം. അവൻ അതിന് താല്പര്യമില്ലെങ്കിൽ ഹയസ്റ്റ് ബിഡറായ അദ്ദേഹത്തിന് മാത്രമേ ബൈ ലോ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ അത് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടി ബിഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. 700 എന്ന് പറയുന്നത് റിസർവ് പ്രൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്ഷൻ്റെ അന്ന് അതോറിറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും റിസർവ് പ്രൈസ് ഇതാണ് എന്നുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ റിസർവ് പ്രൈസ് ഈ 700,000 എത്തുമ്പോഴേക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു ഇത് മാർക്കറ്റിലായി. മാർക്കറ്റിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 700,000 എന്ത് മേലെ ബിഡിങ് വന്നാലും പ്രോപ്പർട്ടി സോൾഡ് ആയി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഈ ഓപ്ഷനിൽ സംഭവിക്കുന്ന കേസ്. പല കേസുകളിൽ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷൻ്റെ അന്ന് ചിലപ്പോൾ നമ്മൾ കുറേ സ്ട്രെസ്സിലാവും. അതായത് വെൻഡേഴ്സ് സ്ട്രെസ്സിലാവും. ഇത് റിസർവ് പ്രൈസിലെത്തോ, റിസർവ് പ്രൈസിലെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് വിൽക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് പ്രിപ്പയർ ആക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷന് കൊണ്ടുപോകാൻ. ഓപ്ഷൻ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? ഓപ്ഷൻ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ CEO മാർക്ക് മോറിസൺ നമുക്ക് സാധാരണ രീതിയിൽ ഓപ്ഷൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷനിയേഴ്സിന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം.
കൂടാതെ നമ്മളുടെ ഓപ്ഷൻസ് ഞങ്ങൾക്ക് തന്നെ ചെയ്യാം. നമ്മളതിനുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇത് ഓപ്ഷൻസ് ആണ്, നമുക്ക് വെൻഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്. ഇത്രയും പേര് നമുക്ക് ഓപ്ഷനിയർ അവൈലബിൾ ആണ്. അതിന് പ്രത്യേക ഫീസുകളുണ്ട്. അപ്പോൾ $600 മുതൽ $1000 വരെ ഓരോ ഓപ്ഷനിയേഴ്സും അവരുടെ ഫീസ് ഈടാക്കും. അവരുടെ അവൈലബിലിറ്റി നമ്മൾ നേരത്തെ തന്നെ ലോക്ക് ചെയ്യണം. ഇതാണ് ഓപ്ഷനിയറിന്റെ ഫീസുകൾ. ടോപ്പ് ഓഫ് സാധാരണ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ചാർജ് ചെയ്യുന്നതിന് മുകളിലുള്ള പ്രൈസ് ആണല്ലേ ഈ $1000? അതെ നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ നമുക്ക് ഇൻ ഹൗസ് ഉണ്ട്. എല്ലാവർക്കും അന്ന് അറ്റൻഡ് ചെയ്യുന്നതിന് അവർക്ക് ചിലവുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഓഫീസിൽ തന്നെ നമ്മുടെ മറ്റുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഓപ്ഷൻ ചെയ്യാനായിട്ട് ട്രെയിനിങ് എടുത്ത ആൾക്കാരാണ്.